ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ജോസ്നയാണ് കേട്ടോ. ജോസ്നാസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പം ഇങ്ങനെ വീഡിയോ ഇടാൻ ഒരു കാരണമുണ്ട്. വളരെ സന്തോഷമായിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. ഞാൻ പഠിച്ച സ്കൂളിൽ LP സ്കൂളിൽ ജൂബിലിയാണ്. അതുപോലെ ഇപ്പോൾ സയോണക്കുട്ടി പഠിക്കുന്ന സ്കൂള്. സയോണക്കുട്ടിയെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം. അവളിപ്പോൾ ഇവിടെ 4th പഠിക്കുന്നത്. അപ്പോൾ അവളുടെ സ്കൂളിലെ വാർഷികവും ജൂബിലി ഒരുമിച്ചാണ്. 75ാമത് ജൂബിലിയാണ്. ഇവിടെ ഒരു റിസപ്ഷൻ ഏരിയ ഉണ്ട് കേട്ടോ. അവിടെ നമ്മൾ പൂർവ്വ വിദ്യാർത്ഥികളുടെയൊക്കെ പേര് രജിസ്റ്റർ ചെയ്തിട്ടാണ് കേട്ടോ പ്രോഗ്രാമിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പൂർവ്വ വിദ്യാർത്ഥികളെല്ലാം കൂടി ചേർന്ന് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ സ്കൂളിലെ കുട്ടികളും കുട്ടികളുടെ രക്ഷിതാക്കളും അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും പഞ്ചായത്ത് ഭരണാധികാരികൾ അങ്ങനെ ഒരുപാട് പേര് ഉണ്ട്. 51 പേരൊരു കമ്മിറ്റിയാണ്. അപ്പോൾ നമ്മുടെ വിശിഷ്ട വ്യക്തികൾക്ക് വേണ്ടിയിട്ട് സ്വീകരണം നൽകാൻ വേണ്ടിയിട്ട് കുട്ടികളും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇവിടെ ഒരു റാലിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം റാലിയാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. സ്കൂളിൻ്റെ മുറ്റത്ത് തന്നെയാണ് നമ്മൾ വലിയൊരു പന്തലൊക്കെ ഇട്ട് സ്റ്റേജൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വന്നപ്പോൾ തന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ പൊതുസമ്മേളനത്തിലേക്ക് കിടക്കുകയായിരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ വന്ന് എല്ലാവരും കയറിയിരിക്കുന്നതേ ഉള്ളൂ. ഇതാണ് കേട്ടോ സ്കൂളിൻ്റെ മുൻവശം. അങ്ങനെ പ്രോഗ്രാമിന് വന്ന വിശിഷ്ട വ്യക്തികളെയൊക്കെ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരുത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരെ സ്വാഗതം ചെയ്യുമ്പോഴാണ് അവരൊക്കെ സ്റ്റേജിലേക്ക് കയറുക. അങ്ങനെ രംഗപൂജയോടുകൂടി അത് പൂർവ്വ വിദ്യാർത്ഥികളുടെ രംഗപൂജയാണ് കേട്ടോ. അപ്പോൾ അതോടുകൂടി നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. പിന്നീട് ഇതാ നമ്മുടെ സ്കൂളിൻ്റെ പഴയ ഫോട്ടോയാണ് കേട്ടോ. സ്കൂളിൻ്റെ മുറ്റത്തൊരു ചെമ്പകമരം ഉണ്ട്. 2 കെട്ടിടങ്ങളാണ് കേട്ടോ അന്നുണ്ടായിരുന്നത്. ഇപ്പോൾ അതൊക്കെ വിപുലീകരിച്ച് ഒരുപാട് കെട്ടിടങ്ങളായി. ഇതിപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പാർക്കാണ്. ആ ചെമ്പകത്തിൻ്റെ ചുവട്ടിലാണ് കേട്ടോ ഒരു മെട്രോ ട്രെയിനൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്കൂളിന് ഒരുപാട് മാറ്റമൊക്കെ വന്നു. അപ്പോൾ നമ്മുടെ PJ ജോസഫ് സാർ സംസാരിക്കുന്നതാണ് കേട്ടോ ഇത്. ശിവൻകുട്ടി സാറാണ് ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റിരുന്നത്. സാറിന് എന്തോ ഒരു അസൗകര്യം കാരണം വരാൻ പറ്റാത്തത് കൊണ്ട് ജോസഫ് സാറാണ് കേട്ടോ ഉദ്ഘാടനം ചെയ്തത്. എന്നാലും വീഡിയോ കോളിലൂടെ നമുക്ക് സാറ് ഒരു ആശംസയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഉദ്ഘാടനം ചെയ്തു സാറ്. ഇത് എൻ്റെ കൂട്ടുകാരിയാണ് കേട്ടോ അനില. അവൾ മാത്രമേ ആദ്യം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് വന്ന കൂട്ടുകാരാണ് കേട്ടോ ഇത്. എൻ്റെ കൂടെ പഠിച്ചവരുടെ ഫോട്ടോസാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചത്. ഞങ്ങൾ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. പക്ഷേ എല്ലാവർക്കും എത്തിച്ചേരാൻ സാധിച്ചില്ല. അങ്ങനെ ഓരോ മൊമെൻറ്റോസൊക്കെ അവിടെ കൊടുക്കുകയാണ് കേട്ടോ. ആദ്യത്തെ വിദ്യാർത്ഥിക്ക് ആദ്യം കൊടുത്തു. അത് കഴിഞ്ഞ് പൂർവ്വ അധ്യാപകർ, ഉന്നത ജോലികളിലൊക്കെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ മൊമെൻറ്റോസ് നൽകി ആദരിച്ചു. അതുപോലെ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് ജോസഫ് സാറ് മൊമെൻറ്റോസൊക്കെ കൊടുക്കുന്നുണ്ട്. സ്കൂളിലെ പഠനവും മറ്റ് മത്സരങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നതിൻ്റെയൊക്കെ വീഡിയോസാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ രാവിലെ ജൂബിലിയോടനുബന്ധിച്ചിട്ടുള്ള പ്രോഗ്രാംസാണ് കേട്ടോ നടക്കുന്നത്. ഇപ്പോൾ അതേ പൂർവ്വ അധ്യാപകരാണ് കേട്ടോ ഇപ്പോൾ സ്റ്റേജിൽ വന്നുകൊണ്ടിരിക്കുന്നത്. വീഡിയോ എന്താ ഇങ്ങനെ പോകണമെന്ന് ചോദിച്ചാൽ ആരും ഒന്നും വിചാരിക്കണ്ട കേട്ടോ. നമ്മൾ ചില സമയത്ത് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വരും. ഞാൻ ഏറ്റവും ബാക്കിലാണ് നിന്നത്. ഇത് എൻ്റെ ബ്രിജിറ്റ് ടീച്ചർ, എന്നെ 5ാം ക്ലാസ് വരെ പഠിപ്പിച്ച ടീച്ചറാണ്. അപ്പോൾ ടീച്ചറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ടീച്ചറിനെ ആദരിച്ചു. ടീച്ചർ എനിക്കൊരു സമ്മാനമൊക്കെ തന്നു. അതിനൊരു കഥയുണ്ട്, ഞാൻ പറയാം കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചപ്പം ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അവിടെ ആൻസർ പറഞ്ഞത് ഞാനായിരുന്നു. അപ്പോൾ സർപ്രൈസായിട്ട് ടീച്ചർ എനിക്കൊരു സമ്മാനം തന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ആണ് കേട്ടോ സൈഡിൽ കൊടുത്തിരുന്നത്. ഇത് ഞാൻ നഴ്സറി കുറച്ച് കുട്ടികളെ ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഒരുക്കുന്നതിൻ്റെ ഇതാണ് കേട്ടോ. കുറേ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരായിട്ട് ഒരുക്കി എടുക്കുകയാണ്.
പിന്നീട് സ്കൂൾ വാർഷികമായിരുന്നു 2:30-ന്. അപ്പം ഉച്ചയൂണിന് ശേഷം നല്ല ഗംഭീരമായ ഉച്ചയൂണൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ ഒപ്പന, സയോണക്കുട്ടിയുടെ ഒപ്പനയായിരുന്നു കേട്ടോ അത്. ഞാൻ എല്ലാ വീഡിയോസും കുറേശ്ശെ എടുത്തിട്ടുള്ളൂ, വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനും ഓടി നടക്കാനൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കങ്ങനെ വീഡിയോസൊന്നും അധികം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഉച്ചയൂണിന് ശേഷം എല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ഒരു ഇതാണ് കണ്ടത്. അതിനുശേഷം നമ്മുടെ ആനിവേഴ്സറിക്ക് ശേഷം നമ്മുടെ ജൂബിലി സമാപന സമ്മേളനമായിരുന്നു. അതിനും ഒരുപാട് വിശിഷ്ട വ്യക്തികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം ഞാൻ എടുത്തിട്ടില്ല. ആ സമയത്ത് നടത്തിയ കുറച്ച് പ്രോഗ്രാംസിൻ്റെ ചെറിയ ഭാഗമാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അങ്ങനെ പ്രോഗ്രാംസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്തായാലും 10 മണിയായപ്പോഴേക്കും ഞാനും പോന്നു കേട്ടോ. പിന്നെ സയോണക്കുട്ടിക്ക് കിട്ടിയൊരു ക്യാഷ് പ്രൈസാണ് കേട്ടോ ഇത്. അവൾക്കൊരു മൊമെൻറ്റോയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ജോസ്നാസ് വ്ളോഗിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഏതാണ്ട് 1 വർഷത്തിന് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ.